Hello friends, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ടൈം ആൻഡ് വർക്കും പിന്നെ പൈപ്പ് ആൻഡ് സിസ്റ്ററിൻ്റെയും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, A and B can together finish a work in 30 days. They worked together for 20 days and then B left. After another 20 days, A finished the remaining work. In how many days A alone can finish the job? ഇതിൽ ചോദിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ A plus B, അതായത് A and B 30 ഡേയ്സിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും സിമ്പിളായ അപ്രോച്ച് ട്രൈ ചെയ്യാം. A plus B 30 ഡേയ്സിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അവർ 20 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തു. അതിന് ശേഷം B വിട്ടുപോയി. അപ്പോൾ 20 ഡേയ്സിൽ വർക്ക് കഴിഞ്ഞു എന്ന് അതായത് എത്ര വർക്ക് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ 2/3 ഓഫ് വർക്ക് കഴിഞ്ഞു A plus B ചെയ്തു. ഇനി ബാക്കി 1/3 വർക്ക് ഉണ്ട്. ഈ 1/3 വർക്ക് ആരാ ചെയ്യുന്നത്? A ആണ് ചെയ്യുന്നത്. അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. another 20 days A finish the remaining work. അപ്പോൾ ബാക്കിയിൽ 1/3 വർക്ക് A ആണ് ചെയ്യുന്നത്. A എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? 20 ഡേയ്സ്. A 1/3 വർക്ക് 20 ഡേയ്സ് കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഫുൾ വർക്ക് ചെയ്യാൻ, അതായത് ഫുൾ വർക്ക് എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 1 ആണ്, എപ്പോഴും 1 ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 × 3, അതായത് 60 ഡേയ്സ് ആണ് ആർക്ക് വേണ്ടത്? എക്ക് വേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2 pipes A and B can separately fill a cistern in 60 minutes and 75 minutes respectively. There is a third pipe in the bottom of the cistern to empty it. If all the 3 pipes are simultaneously opened, then the cistern is full in 50 minutes. In how much time the third pipe alone can empty the cistern? അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഡാറ്റ ഇതാണ്. A എന്നുള്ള പൈപ്പ് 60 മിനിറ്റ്സ് കൊണ്ട് ഫില്ല് ചെയ്യും. B എന്നുള്ള പൈപ്പ് ആ ഒരു സിസ്റ്റം 75 മിനിറ്റ്സ് കൊണ്ട് ഫില്ല് ചെയ്യും. ഇനി ഒരു പൈപ്പ് കൂടി ഉണ്ട്, തേർഡ് പൈപ്പ്. ആ പൈപ്പിനെ നമുക്ക് C എന്ന് വിളിക്കാം. ഈ C എന്നുള്ള പൈപ്പ് empty ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പൈപ്പും A, B, C മൂന്നും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം 50 മിനിറ്റിൽ ഫുൾ ആവുമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 പൈപ്പും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ A plus B plus C എന്ന് എഴുതാം. സി വർക്ക് ചെയ്യുന്ന വർക്ക് നെഗറ്റീവ് ആണെന്നൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ 3 കൂടെ വർക്ക് ചെയ്യുമ്പോൾ 50 മിനിറ്റ്സ് കൊണ്ട് സിസ്റ്റം ഫുൾ ആവും. ഇനി ഇതിൻ്റെ LCM നമ്മൾ കാണാം. നമ്മൾ LCM മെത്തഡാണ് യൂസ് ചെയ്യുന്നത്. LCM കാണുമ്പോൾ ഈ 3ൻ്റെയും LCM എന്ന് പറയുന്നത് 60ൻ്റെയും 75ൻ്റെയും 50ൻ്റെയും LCM എന്ന് പറയുമ്പോൾ 300 ആണ് വരുന്നത്. ഓക്കെ, അതിൽ നിന്ന് എഫിഷ്യൻസി നമ്മൾ കിട്ടും 300/60. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5ഉം ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4ഉം അതുപോലെ തന്നെ ഈ 3ഉം കൂടെ A plus B plus C ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് 300/50, അതായത് 6 ആണ്. ഇനി ഇതിൽ എയും ബിയും വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു സിസ്റ്റം ഫുൾ ആവാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സിയുടെ വർക്ക്, ഇത് സിയുടെ എഫിഷ്യൻസി നമുക്ക് ഇതിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് കാണണം. അതായത് എയുടെ എഫിഷ്യൻസിയും ബിയുടെ എഫിഷ്യൻസിയും പിന്നെ ഈ A plus B plus C അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അതായത് 9 - 6, അതായത് 3 ആണ് ഏതിൻ്റെ എഫിഷ്യൻസി? സിയുടെ എഫിഷ്യൻസി. അതൊരു നെഗറ്റീവ് എഫിഷ്യൻസിയാണ്, കാരണം അത് empty ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 3 എന്നുള്ള എഫിഷ്യൻസി നമുക്ക് കിട്ടിയതുകൊണ്ട് ടോട്ടൽ വർക്ക്, അതായത് 300നെ നമുക്ക് കാണേണ്ടത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? തേർഡ് പൈപ്പ് എലോൺ ക്യാൻ empty the system എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സി എന്ന പൈപ്പ് എത്ര ടൈം എടുത്തുകൊണ്ടാണ് ഹോൾ സിസ്റ്റം empty ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സി എടുക്കുന്ന ടൈം കാണണമെങ്കിൽ ടോട്ടൽ വർക്ക് 300/സിയുടെ എഫിഷ്യൻസി, അതായത് ഈ 3, അതായത് 100 മിനിറ്റ്സ് ആണ് എടുക്കുന്നത് സി empty ചെയ്യാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, A can do a piece of work in 15 days. With the help of A, B can do it in 6 2/3 days. അപ്പോൾ B can do it alone in എത്ര ഡേയ്സ് ആണ് ബിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വർക്ക്? തന്നിരിക്കുന്ന ഡാറ്റ A alone 15 days, A plus B, എയോടൊപ്പം B ചെയ്യുമ്പോൾ 6 2/3 ഡേയ്സ്, അതായത് 16 × 18 20/3 ആണ്. നമ്മൾ വീണ്ടും LCM കാണുന്നു. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. LCM ഇതിൻ്റെ രണ്ടിൻ്റെ LCM 60 ആണ് വരുന്നത്. അപ്പോൾ എഫിഷ്യൻസി നോക്കുമ്പോൾ 60/15, എയുടെ 4ഉം ബിയുടെ 9ഉം ആണ് വരുന്നത്. ഓക്കെ, 3 × 3 9 20. ഓക്കെ, ഇനി ബി എലോൺ എന്ന് പറയുമ്പോൾ A plus B minus A ചെയ്യണം. ഈ എഫിഷ്യൻസി മൈനസ് ഈ എഫിഷ്യൻസി ചെയ്യണം. അപ്പോൾ
9 മൈനസ് 4 ഈക്വൽ ടു 5. ഇതാണ് ബിയുടെ എഫിഷ്യൻസി. അപ്പോൾ ബി ടോട്ടൽ വർക്ക് 60 എന്നുള്ള ടോട്ടൽ വർക്ക് 5 എഫിഷ്യൻസി വെച്ചിട്ട് എത്ര ഡേയ്സ് ചെയ്യുന്നതാണ്? 60/5 12 ഡേയ്സ്. 12 ഡേയ്സ് കൊണ്ട് ബി ടോട്ടൽ വർക്ക് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, a water tank has 2 pipes. The empty tank is filled in 12 minutes by the first and the full tank is emptied by the second in 20 minutes. അപ്പോൾ the time required to fill the half full tank when both pipes are in action is. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 2 പൈപ്പ് ഉണ്ട്. ആദ്യത്തെ പൈപ്പ് എ 12 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്, പിന്നെ ബി എംറ്റി ആണ് ചെയ്യുന്നത്, 20 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. അതിനൊരു നെഗറ്റീവ് വാല്യൂ ഓർത്ത് വയ്ക്കണം. ഇനി ഇതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കണ്ടാൽ, എഫിഷ്യൻസി അല്ല, LCM കണ്ടു കഴിഞ്ഞാൽ രണ്ടിൻ്റെയും LCM എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ എഫിഷ്യൻസി നോക്കുമ്പോൾ എയുടെ 5ഉം ബിയുടെ നോക്കുമ്പോൾ 3ഉം ആണ്. ഇത് നെഗറ്റീവ് എഫിഷ്യൻസിയാണ്. അപ്പോൾ 2 പൈപ്പും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ 2 എഫിഷ്യൻസിയുടെ സം, അതായത് 5 മൈനസ് 3 2 ആണ് വർക്ക് നടക്കുന്നത് അവിടെ. ഓക്കെ, അപ്പോൾ 2 വർക്കാണ് ഇത് രണ്ടും സൈമിൾട്ടേനിയസ്ലി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വർക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ വർക്ക്, അതായത് 60/2 എന്ന് പറയുന്നത് 30 ആണ് ടാങ്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫിൽ ദ ഹാഫ് ഫുൾ ടാങ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും 30/2, അതായത് 15 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many days will 1648 persons, 1648 പേര് take to construct a bridge if 721 persons can build the same in 48 days? ഓക്കെ, ഇതിൽ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1648 പേഴ്സൺസ്, അതായത് അവർ നമുക്ക് മെന്നായിട്ട് എം എന്ന് വിളിക്കാം. എം ഇൻറ്റു എത്ര ഡേയ്സ് ആണ് ചോദ്യം. അതായത് മെൻ ഇൻറ്റു ആ ഒരു ടൈം ഈക്വൽ ടു ഇവിടെ തന്നിട്ടുള്ളത് 721, അതായത് M2 എന്ന് വിളിക്കുന്നത് 721 പേഴ്സൺസ് ആണ്. അത് 48 ഡേയ്സിലാണ് അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് M1 ഇൻറ്റു D1 ഈക്വൽ ടു M2 ഇൻറ്റു D2 എന്നുള്ള ഫോർമുലയാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ D1 അല്ലെങ്കിൽ എക്സ് എടുക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 721 ഇൻറ്റു 48/1648 അതാണ് ഈ എമ്മിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 48ൽ 8 6 ടൈംസ് പോകും. 1648ൽ 800 206 ടൈംസ് പോകും. ഓക്കെ, വീണ്ടും ചെറുതാക്കിയാൽ 103. ഈ 103 721 7 ടൈംസ് പോകും. അപ്പോൾ എക്സ്, അതായത് എക്സിൻ്റെ വാല്യൂ D1 ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 7 × 3, അതായത് 21 ആണ്. 21 ഡേയ്സ് ആണ് ആൻസർ. ആൻസർ ഓപ്ഷൻ എ 21 ഡേയ്സ്. ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഏറ്റവും സിമ്പിൾ അപ്രോച്ചിലൂടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു.